യഥാർത്ഥത്തിൽ ക്ലച്ചിനെ കുറിച്ച് പഠിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത് ക്ലച്ചാണ്. നമ്മൾ ക്ലച്ച് എപ്പോഴും ചവിട്ടുന്ന ഒറ്റ ചവിട്ടാം. ഇതാണ് വെരി ഈസി വേ. എപ്പോഴും ക്ലച്ച് ചവിട്ടാൻ പറഞ്ഞാലും. അപ്പോൾ ഇത് നമ്മളെ വലത്തേക്കാലാണ്. വലത്തേക്കാൽ എപ്പോഴും ഇരിക്കേണ്ടത് ഒന്നുകിൽ ആക്സിലേറ്റർ അല്ലെങ്കിൽ ബ്രേക്കാണ്. നമ്മൾ ഫ്ലോറിൽ ഇങ്ങനെ കാല് വെച്ചേക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഫസ്റ്റ് ബ്രേക്കാണ്. ബ്രേക്ക് ചെയ്താൽ ഉടൻ ക്ലച്ച്. അപ്പം ഇന്നത്തെ പ്രാക്ടീസ് പറഞ്ഞാൽ ഈ ക്ലച്ച് ചവിട്ടുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ പല കുട്ടികളും ക്ലച്ച് ചവിട്ടാൻ പറയുമ്പോൾ അവർ പകുതി വരെ ചവിട്ടും. അപ്പോൾ എപ്പോഴും ചവിട്ടാൻ പറഞ്ഞാൽ മുഴുവൻ സഡനായിട്ട് ഏത് കുട്ടികൾക്കാണോ ഇങ്ങനെ സഡനായി ചവിട്ടി താഴ്ത്താൻ കഴിയുന്നത് അവർ ഡ്രൈവിങ്ങിൻ്റെ കാര്യങ്ങളിൽ അവർക്ക് ആ ഒരു പെർഫോമൻസ് ലെവൽ ഉയർന്നു നിൽക്കും. അതല്ല നമ്മളിങ്ങനെ ക്ലച്ച് ചവിട്ടാൻ പറയുമ്പോഴത്തേക്ക് പയ്യെ 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 ചവിട്ടുക, പകുതി കൊണ്ട് നിർത്തുക, ബാക്കിയുടെ പറയുമ്പോൾ അങ്ങനെയുള്ള കുട്ടികളുടെ ഡ്രൈവിങ്ങിൻ്റെ നിലവാരം താഴ്ന്നു നിൽക്കും. അപ്പോൾ എപ്പോഴും ഒരു കുട്ടികളെ ഡ്രൈവിംഗ് നിലവാരം ഉയർത്തുന്നതിനാവശ്യമായ എല്ലാ സെറ്റപ്പുകളും നമ്മളിവിടെ അറേഞ്ച് ചെയ്യണം. അങ്ങനെയുള്ള നമ്മൾ കാർ ഓടിക്കുന്നതിന് പകരം നമ്മൾ ഇതുപോലുള്ള ഓരോ ഉപകരണങ്ങളിൽ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള സംഭവം. അപ്പോൾ ഒരു കുട്ടി ഇന്നലെ തന്നെ ഒരു കുട്ടിയെ ഓടിപ്പിക്കുമ്പോൾ അത് ക്ലച്ച് ചവിട്ടാൻ പറയുമ്പോൾ പകുതിയെ ചവിട്ടുള്ളൂ. അടുത്ത പകുതി എന്ന് പറയുമ്പോഴേ ബാക്കി പകുതി ചവിട്ടുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതെന്ന് സ്വയം ആലോചിക്കുക. അപ്പോൾ എപ്പോഴും ക്ലച്ച് ചവിട്ടാൻ പറഞ്ഞാലും ഒറ്റ ചവിട്ടും. ഇവിടെ നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പോൾ നമ്മളെ മൈൻഡിനകത്ത് മറ്റൊരു ചിന്ത വരാൻ പാടില്ല. ക്ലച്ച് പകുതി ചവിട്ടണോ, അത് കുറച്ച് ചവിട്ടിയാൽ മതിയോ, ചവിട്ടണമെന്ന്. അപ്പോൾ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്താണോ പറയുന്നത് അത് അതേ സമയം നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ക്ലച്ച് ചവിട്ടാൻ പറഞ്ഞാൽ ക്ലച്ച് ചവിട്ടി കഴിഞ്ഞു, നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞു. അപ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു ക്ലച്ച് ചവിട്ടിയെന്നത് അപ്പോഴും മനസ്സിലായില്ലെങ്കിൽ അടുത്ത സെക്ഷനിൽ സാറ് പറയുമ്പോൾ നമുക്ക് ചെയ്യും. കാരണം നാളെ നമ്മൾ കാർ ഓടിക്കുമ്പോൾ നമ്മളെ കാറിനോടൊപ്പം ഇരിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിൻ്റെ അധ്യാപകരല്ല, പകരം അവിടെ ഇരിക്കുന്നത് ഒന്നുകിൽ നമ്മുടെ ഹസ്ബൻഡോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രദറോ സിസ്റ്ററോ ഫാദറോ മദറോ ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലെ വാഹനങ്ങളിലൊന്നും ലെഫ്റ്റ് സൈഡിൽ ക്ലച്ചും ബ്രേക്കും ഒന്നുമില്ല, ഡ്യുവൽ കൺട്രോൾ സിസ്റ്റം ഇല്ല. അപ്പോൾ അവിടെ നമ്മൾ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്യണം. അവിടെ ബ്രേക്ക് ചെയ്യൂ എന്ന് അച്ഛനോ അമ്മയോ പറയുന്ന അതേ സമയം നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയണം. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ സംശയം അല്ലെങ്കിൽ എത്ര ചെയ്യണം എന്നുള്ളൊരു സംശയം വരുമ്പോൾ അവിടെ ബ്രേക്ക് ചെയ്യാൻ സമയതാമസം വരും. അത് അപകടത്തിന് കാരണമാണ്. അപ്പോൾ എന്തുണ്ടെങ്കിലും സഡനായി ചെയ്ത് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ 4 ദിവസത്തെ ക്ലാസ് ഗ്രൗണ്ടിൽ കഴിഞ്ഞിട്ട് നമ്മൾ റോഡിൽ ഓടിപ്പിക്കുമ്പോഴത്തേക്കാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഗ്രൗണ്ടിലെന്ന് പറഞ്ഞാൽ വളരെ സാവധാനത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, മറ്റു വണ്ടികളൊന്നും വരുന്നില്ല. പക്ഷേ റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ പുറകിൽ നിന്ന് വണ്ടി ഉണ്ടാവും, മുൻപിലൂടെ വണ്ടി പോകും. അപ്പോൾ ഈ ഓടുന്ന വണ്ടികൾക്ക് അനുസൃതമായിട്ടായിരിക്കണം നമ്മളും പോകേണ്ടത്. അതല്ല ഒരു മെയിൻ റോഡിൽ നമ്മൾ ഏറ്റവും വേഗത കുറച്ച് റോഡിൻ്റെ മധ്യഭാഗത്ത് ഓടിക്കുക എന്ന് പറഞ്ഞാൽ അതെല്ലായ്പ്പോഴും അപകടം കാരണമാകും, മറ്റു വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുമാകും. അപ്പോഴങ്ങനെ ഈ ക്ലച്ച് ബ്രേക്ക് ആക്സിലേറ്റർ സിസ്റ്റം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേഗത വേണം. അപ്പോൾ എപ്പോഴും ക്ലച്ച് ചവിട്ടാൻ പറഞ്ഞാലും ഒറ്റ ചവിട്ടാണ്. അവിടെ നമ്മൾ വേറെ ആലോചിക്കാനും എപ്പോഴും ക്ലച്ച് ചവിട്ടും. അപ്പോൾ നമുക്കറിയാം ആക്സിലേറ്റർ എന്ന് പറയുന്നത്, ഇപ്പം ആക്സിലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചവിട്ടല്ല. ചില കുട്ടികൾ എടുത്ത് ആക്സിലേറ്റർ ഒരു ചവിട്ടും എന്നിട്ട് അതുപോലെ കാലിടും. അപ്പോൾ ഈ ആക്സിലേറ്ററിന് മാത്രം സെപ്പറേറ്റ് വീഡിയോ നമ്മൾ കാല് കൊണ്ട് ചവിട്ടുന്നതായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കുട്ടികൾ കാണാൻ വേണ്ടി. പക്ഷേ അത് അവരാരും കാണുന്നില്ല. ഇന്നലെ തന്നെ നമ്മൾ കാർ ഓടിക്കുമ്പോൾ ഒരു കുട്ടി എപ്പോഴും ആക്സിലേറ്റർ കൊടുക്കുന്ന ഒരു ചവിട്ടാണ്. ഈ ചവിട്ടുമ്പോൾ വണ്ടി ഇങ്ങനെ ജെർക്ക് ചെയ്തെന്ന് പോകും. നമ്മൾ എടുക്കുമ്പോൾ കൂടി പോകുമ്പോഴും വണ്ടി അതുപോലെ. അപ്പോൾ എപ്പോഴും നമ്മൾ ഫസ്റ്റിൽ കൊടുക്കുന്ന ആക്സിലേറ്റർ വെരി കെയർ. ആക്സിലേറ്ററിൽ കാല് വെച്ച് 1 എന്ന് സങ്കല്പിച്ച് ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മാത്രം മതി. അല്ല ഇപ്പം വണ്ടിയുടെ സ്പീഡ് കൂടി നോക്കിയാൽ പോലും അറിയാൻ പറ്റില്ല. അത് കഴിയുമ്പോൾ എന്താ ഇപ്പോഴും ആക്സിലേറ്റർ കുറച്ച് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും ആക്സിലേറ്റർ കൊടുക്കാൻ പറയുമ്പോഴും ഈ ഒരു പോയിന്റിൽ കൊടുത്തിട്ട് പിന്നെ നമുക്ക് 2, 3, 4, 5, 6 ചവിട്ടി അങ്ങ് താഴ്ത്താം. പിന്നെ ഒരിക്കലും വണ്ടി ജർക്ക് ചെയ്യില്ല. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ ഇങ്ങനെ ആക്സിലേറ്റർ കൊടുക്കാൻ പറഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർ ആക്സിലേറ്റർ കൊടുത്ത് വീണ്ടും വണ്ടിയുടെ വേഗത വർദ്ധിപ്പിക്കില്ല. കാരണം ഒരു ഗിയറിൽ നിന്ന് അടുത്ത ഗിയറിലോട്ട് പോകണമെങ്കിൽ നമ്മൾ ആക്സിലേറ്റർ ചവിട്ടി താഴ്ത്തിയാലേ ഒരു ഗിയറിൽ നിന്ന് അടുത്ത ഗിയറിലോട്ട് പോകും. അപ്പോൾ അത് നമ്മുടെ മനസ്സിനകത്തുള്ള ഭയം അല്ലെങ്കിൽ പേടി മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ആക്സിലേറ്റർ ഇങ്ങനെ ചവിട്ടി താഴ്ത്തണം. വണ്ടിയുടെ സ്പീഡ് അപ്പോൾ നമുക്കറിയാം അടുത്ത ഗിയറിൻ്റെ സ്പീഡായി. അങ്ങനെ സ്പീഡായാൽ ഉടൻ ക്ലച്ച് ചവിട്ടി നമ്മൾ ഏത് കുറയ്ക്കണം, ഇത്രയോ. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു, വേഗത വന്നു, അടുത്ത ഗിയർ എന്ന് പറയുമ്പോൾ 1 സെക്കൻഡ് മുമ്പായിട്ട് സഡനായി ക്ലച്ച് ചവിട്ടുന്നു, അതേ ടൈമിൽ ഏത് കുറയ്ക്കുന്നു, ആക്സിലേറ്റർ. ഇങ്ങനെ നമ്മൾ സഡനായിട്ടാണ് ക്ലച്ച് ചവിട്ടി ആക്സിലേറ്റർ കുറയ്ക്കുന്നതെങ്കിൽ ഒരു കല്ലെടുത്ത് എറിഞ്ഞതുപോലെയുള്ള ഫോഴ്സ് വണ്ടിയിലുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡ് വരുത്തി 20 കിലോമീറ്റർ സ്പീഡ് വരുത്തിയിട്ട് സഡനായി ക്ലച്ച് ചവിട്ടി ആക്സിലേറ്റർ കുറയ്ക്കുന്നെങ്കിൽ 20 എന്നുള്ളത് 22 കൂടിയിട്ടേ കുറയൂ. ആ സ്പീഡ് കൂടിയിട്ട് കുറയുന്ന ടൈമിങ്ങിനകത്താണ് നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുന്നത്.
അപ്പോൾ ഗിയർ ഇടുന്നതും ഗിയർ ചേഞ്ച് ചെയ്ത് മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഗിയർ ലെവലിൽ കൈവച്ച് ആലോചിക്കണം. ഗിയർ ഇടാൻ പറഞ്ഞാൽ ഗിയർ ലെവലിൽ കൈവയ്ക്കുക, ഗിയർ ഇടുക. നമുക്കറിയാം മുൻപിലോട്ട് തേർഡ് ഗിയർ, പുറകിലോട്ട് ഫോർത്ത് ഗിയർ, രണ്ടിൻ്റെയും മധ്യഭാഗത്താണ് ന്യൂട്രൽ. അപ്പം നമ്മൾ ഗിയർ ലെവലിൽ കൈകൊണ്ട് പിടിക്കുമ്പോൾ നമുക്കറിയാം ഗിയർ ലെവൽ കിടക്കുന്ന മുൻപിലോട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഗിയർ ഇട്ട് ഒരിക്കലും വണ്ടി ഒരു വേഗതയിൽ പോകില്ല. അപ്പോൾ നമുക്കറിയാം അത് തേർഡ് ഗിയറാണ്. അപ്പോൾ തേർഡ് ഗിയറിൽ നിന്ന് ഫോർത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗിയർ ലെവലിനെ എങ്ങോട്ടേ പിടിക്കാവും, പുറകിലോട്ടേ പിടിക്കാം. ഒരു പിടി പിടിക്കുമ്പോൾ ന്യൂട്രലായി ഒന്ന് പിടിക്കും, വീണ്ടും ഒന്നുകൂടെ പയ്യെ പിടിക്കാൻ ഫോർത്തായി. ഇത് നിർഭാഗ്യവശാൽ നമ്മൾ കൈ പിടിക്കുമ്പോൾ നമുക്കറിയാം മുൻപിലോട്ടാണ് ഗിയർ കിടക്കുന്നത്. ഇനി മുൻപിലോട്ട് ഗിയർ ഇല്ലെന്ന് നമുക്കറിയാം, എന്നാലും നമ്മൾ എങ്ങോട്ട് ഇട്ടുകൊണ്ടിരിക്കും, മുൻപിൽ. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ എനിക്കറിയാം. അപ്പോൾ മുൻപിലോട്ട് ഗിയർ നമ്മൾ തള്ളിക്കൊണ്ടിരിക്കുന്നതോറും വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗിയർ ലെവലിൽ കൈ വെച്ചിട്ട് സാർ ഗിയർ എടുട്ടാ എന്ന് ചോദിക്കേണ്ട. ഗിയർ ലെവൽ കൈ വന്നാൽ ഗിയർ ന്യൂട്രൽ, ഫോർത്ത്. അതല്ല സെക്കൻഡ് ആയിരുന്നെങ്കിൽ ഫോർത്ത് പുറകോട്ട് കിടക്കുകയാണ്. ഒന്ന് മുൻപിലോട്ടാക്കി ഇടത്തോട്ട് മാക്സിമം തള്ളി പിടിക്കണം. തള്ളി പിടിച്ചാൽ ഗിയർ വീണിട്ടേ കൈ ലൂസാണ്. സെക്കൻഡ് ആണെങ്കിൽ ഇടത്തോട്ട് കൈ തള്ളി പിടിച്ച് സെക്കൻഡ് ഗിയർ ഇട്ടിട്ടേ കൈ ലൂസാണ്. പക്ഷേ സെക്കൻഡ് ഗിയർ തേടുന്നത് എപ്പോഴും ഗിയറിന് വലത്തോട്ട്, അതിനകത്തൊരു ശകലം പ്ലേ ഉണ്ട്. നമ്മളൊരു ശകലം വലത്തോട്ട് പിടിച്ചിട്ട് വേണം ഒന്ന് ന്യൂട്രൽ ഒന്ന് തേടാൻ. അത് വിശദമായി ഗിയറിൻ്റെ വീഡിയോയിൽ കിടപ്പുണ്ട്, അത് കാണണം. അപ്പോൾ അത് കണ്ട് ഗിയർ ഇടുന്ന രീതി നമ്മളെ മനസ്സിനകത്ത് ഉറപ്പിക്കണം. അടുത്ത ഗിയർ എന്ന് പറഞ്ഞാൽ ഉടൻ ഗിയറിനുള്ളിൽ കൈവയ്ക്കുക, ഏത് ഗിയറാണോ ആ ഗിയർ. അപ്പോൾ അവിടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം. അപ്പോൾ നമ്മളെപ്പോഴൊരു വണ്ടിയെ നിർത്തിയെടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റിൽ ബ്രേക്ക് ചവിട്ടി, അത് കഴിഞ്ഞ് ഉടൻ ക്ലച്ച് ചവിട്ടി ചവിട്ടി ന്യൂട്രലാക്കി നമ്മൾ ബ്രേക്കിൽ നിന്ന് കാല് വിട്ടു, കാല് ആക്സിഡൻറ്റ് പുറത്ത് വെച്ചു, ആക്സിഡൻറ്റ് കൊടുത്തു വെച്ചു, സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കും. സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഉടൻ ക്ലച്ച് ചവിട്ടി ഗിയർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത് വണ്ടിയെ കൊണ്ടുപോകാൻ ആവശ്യമായ എന്ത് കൊടുത്തു വയ്ക്കാൻ പ്രാക്ടീസ് ചെയ്യണം, ആക്സിലേറ്റർ. ഈ ആക്സിലേറ്റർ കൊടുക്കുന്ന ഒരു പരിധിക്കപ്പുറം അപ്പോൾ വണ്ടി കിടന്ന് ഇരയ്ക്കുമ്പോൾ നിങ്ങൾ കാലെടുക്കും, വീണ്ടും കൊടുക്കുന്ന കൂടും നിങ്ങൾ കാലെടുക്കും. അപ്പം നിങ്ങൾക്ക് ആക്സിലേറ്റർ ഒന്നിലോ രണ്ടിലോ നിങ്ങൾക്ക് ക്രമപ്പെടുത്തി വയ്ക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഒന്നിലോ രണ്ടിലോ ക്രമപ്പെടുത്തി വയ്ക്കാൻ കഴിയാത്ത ഒരു കുട്ടിക്ക് ക്രിട്ടിക്കൽ ഏരിയകളിലൊന്നും വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഇങ്ങനെ വണ്ടി ഒരു കുഴിയിൽ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഗേറ്റിൽ നിന്ന് ലെഫ്റ്റോ റൈറ്റോ നമ്മൾ തിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു സ്ലാബുണ്ട്, മെയിൻ റോഡുണ്ട്. ഇവിടെയെല്ലാം നമ്മൾ ചെയ്യണമെങ്കിൽ ആക്സിലേറ്ററിനെ ഒന്നിലോ രണ്ടിലോ മൂന്നിലോ ക്രമപ്പെടുത്തി വയ്ക്കണം. അപ്പോൾ എൻജിൻ്റെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ക്ലച്ച് ചവിട്ടി വെച്ച് വണ്ടിയെ കൊണ്ടുപോകും. ഫസ്റ്റ് ഗിയർ ഇട്ടു, ആക്സിലേറ്റർ ഒന്നിലോ രണ്ടിലോ മൂന്നിലോ ക്രമപ്പെടുത്തി. ഇപ്പോൾ എൻജിൻ ഇരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങനെ ഇരയ്ക്കുന്ന പ്രശ്നമില്ല. നമ്മൾ ഉടനെ ക്ലച്ച് എടുക്കുക, ഏതുവരെ പകുതിയിൽ കൊണ്ടുവച്ചെടുക്കുക. വണ്ടി മൂവ് ചെയ്യുമ്പം ഒരു പോയിന്റ് ക്ലച്ചിനെ ചവിട്ടുക, വീണ്ടും ഒരു പോയിന്റ് ഉയർത്തും. നോക്കിയാൽ അറിയാത്ത രീതിയിൽ ആ ക്ലച്ചിനെ ചവിട്ടിയും ഉയർത്തിയുമാണ് നമ്മൾ ആ സിറ്റുവേഷൻ കടന്നു പോകുന്നത്. അവിടെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റിയറിംഗ് യഥേഷ്ടം എങ്ങോട്ടാണ് തിരിക്കേണ്ടത് അങ്ങോട്ട് തിരിക്കാനും കഴിയും. പക്ഷേ പല കുട്ടികളും ഇങ്ങനെ ക്ലച്ച് ഹാഫ് ടച്ച് എത്തുമ്പോൾ അവർ ഏതെങ്കിലും കുറച്ച് കളയും, ആക്സിലേറ്റർ കുറയ്ക്കും. അപ്പോൾ ഇത് നമ്മളെപ്പോഴും ചിലപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായതുകൊണ്ട് നിങ്ങൾ വണ്ടി എടുക്കുന്നതിന് മുമ്പ് ക്ലച്ച് ചവിട്ടി വെച്ചിട്ട് ആക്സിലേറ്റർ ഒന്നിലോ രണ്ടിലോ മൂന്നിലോ ക്രമപ്പെടുത്തി വയ്ക്കുക. ഇത് ക്രമപ്പെടുത്തുക എന്നുള്ളതിൻ്റെ അടിയിൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ കാറിൽ സാറേ എനിക്കൊന്ന് ആക്സിലേറ്റർ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് ഞാൻ നിങ്ങളെ കാർ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് അങ്ങോട്ട് അവിടെ നിങ്ങൾ തനിച്ചിരുന്നുകൊണ്ട് സാറ് പറഞ്ഞതുപോലെ ഒന്നിലായി, സാറ് പറഞ്ഞ പോലെ രണ്ടായി, സാറ് പറഞ്ഞ പോലെ മൂന്നായി. ഓക്കെ, ഇപ്പം ഞാൻ അങ്ങനെ നിങ്ങൾ കൊടുത്ത് പ്രാക്ടീസ് ചെയ്യണം. നമ്മളെ മനസ്സ് കിടന്ന് പിടയ്ക്കുമ്പോൾ അത് ആക്സിഡൻറ്റിൽ അറിയാൻ പറ്റും. ആക്സിഡൻറ്റ് കൊടുക്കും കുറയ്ക്കും നമുക്ക് കൃത്യമായി കൊടുത്ത് നിർത്താൻ കഴിയാതായി. അപ്പോൾ അങ്ങനെ നിങ്ങൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആക്സിലേറ്റർ നമ്മൾ ക്രമപ്പെടുത്തി വയ്ക്കാൻ കഴിയും. അപ്പോൾ ഒരു വണ്ടിയെ കൊണ്ടുപോകാൻ വേണ്ടി ബ്രേക്ക് ക്ലച്ച് ചവിട്ടി ഗിയർ ഇട്ടു, നമ്മൾ കാല് ആക്സിലേറ്ററിൽ വെച്ചു, ആക്സിലേറ്റർ ക്രമപ്പെടുത്തി വയ്ക്കുകയാണ്. ഒന്നിലോ രണ്ടിലോ മൂന്നിലോ ക്രമപ്പെടുത്തുകയാണ്. അപ്പോൾ എൻജിൻ ഇരച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻജിൻ ഇരയ്ക്കുമ്പോൾ ക്ലച്ച് പ്ലേറ്റ്, ക്ലച്ച് റിലീസ് ബെയറിങ്, അല്ലെന്നുണ്ടെങ്കിൽ ക്ലച്ച് കാർബൺ, പിന്നെ കൂടുതൽ പെട്രോൾ, ഇതെല്ലാം ലോസ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു ലോസ് കുഴപ്പമില്ല, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അധിക സമയം അങ്ങനെ ഇരപ്പിച്ച് വയ്ക്കാതെ ഉടൻ തന്നെ നമ്മൾ ക്ലച്ചിനെ എടുത്ത് ഇവിടെ കൊണ്ടുവരണം. ഹാഫ് ക്ലച്ചിൽ വെട്ടിക്കഴിഞ്ഞാൽ ക്ലച്ചിനെ നമ്മൾ അതിൻ്റെ ഏറ്റവും സ്യൂട്ടബിളായ വേർഡ് ക്ലച്ചിനെ താങ്ങി പിടിക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ ക്ലച്ചിൻ്റെ ഹാഫ് ക്ലച്ച് അല്ലെങ്കിൽ മൂവിങ് പൊസിഷൻ അല്ലെങ്കിൽ ബൈറ്റിംഗ് പോയിന്റ് കൊണ്ടുവന്ന് ഒരു പോയിന്റ് ചവിട്ടിയിട്ടുണ്ട്. നോക്കിയാൽ അറിയാത്ത രീതിയിൽ ഒരു പോയിന്റ് ചവിട്ടി ഒരു പോയിന്റ് ഉയർത്തും. ഇങ്ങനെ ക്ലച്ചിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞ് നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു.